നമസ്കാരം. നമ്മൾ ഈ ഓഹരി വിപണിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു കമ്പനിയുടെ കണക്കുകൾ എത്ര ഗംഭീരമാണെങ്കിലും ശരി, അതിന്റെ ഉടമസ്ഥർ നിശബ്ദമായി തങ്ങളുടെ നിക്ഷേപം പിൻവലിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അപായസൂചനയാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു റെഡ് ഫ്ലാഗ്. അതെ, ഈ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കാത്തതുകൊണ്ട് മാത്രം വിപണിയിൽ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ നേരിട്ടവരുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ സ്റ്റോക്ക് മാർക്കറ്റ് ഫ്രീ കോഴ്സ് മലയാളം സീരീസിലെ 18ാമത്തെ ക്ലാസ്സിൽ നിന്ന് 52 വീക്ക് ഹൈ അതുപോലെ 52 വീക്ക് ലോ ഒക്കെ വിശദമായി പരിശോധിച്ചിരുന്നല്ലോ. തീർച്ചയായും ഒരു ഷെയറിന്റെ വിലയുടെ ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കാൻ അത് നമ്മളെ ഒരുപാട് സഹായിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ആ സീരീസിലെ തന്നെ 19ാമത്തെ ക്ലാസ്സിനെ അടിസ്ഥാനമാക്കി അതിലും ആഴത്തിലുള്ളൊരു കാര്യമാണ് ഈ പഠനത്തിൽ അന്വേഷിക്കുന്നത്. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കായി ഒരു കമ്പനിയുടെ യഥാർത്ഥ ആരോഗ്യവും അതിന്റെ ഉടമസ്ഥർക്ക് ആ കമ്പനിയിലുള്ള വിശ്വാസവും അളക്കാൻ സഹായിക്കുന്ന ഒരു സീക്രട്ട് ടൂൾ ഈ പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയുന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ഡീകോഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാല് ഈ പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ അനാലിസിസിലെ ഏറ്റവും നിർണായകമായ ഒന്നാണ്. കാരണം വിപണിയിലൊരു ചൊല്ലുണ്ടല്ലോ, ചാർട്ടുകൾക്ക് സംസാരിക്കാൻ കഴിയുമെന്ന്. പക്ഷെ ആ ചാർട്ടുകൾക്ക് മുൻപേ തന്നെ ഒരു കമ്പനിയുടെ ഭാവി എന്താകുമെന്ന് കൃത്യമായി അറിയാവുന്നത് ആ കമ്പനിയുടെ തലപ്പത്തുള്ളവർക്ക് മാത്രമാണ്. അതായത് പുറത്തു നിൽക്കുന്ന നമ്മളെക്കാൾ കമ്പനിയുടെ ഉള്ളറകൾ അറിയാവുന്നത് അവർക്കാണ്. കൃത്യം. അതുകൊണ്ടാണ് ഇതൊരു വെറും കണക്ക് മാത്രമല്ല, അതൊരു സൈക്കോളജിക്കൽ ഇൻഡിക്കേറ്റർ കൂടിയാണെന്ന് പറയുന്നത്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഒരു നിക്ഷേപകന് കിട്ടുന്ന ഇൻസൈഡർ വ്യൂ ആണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് കാണാൻ കഴിയാത്ത പല കാര്യങ്ങളും ഈ ശതമാനക്കണക്കിലൂടെ വായിച്ചെടുക്കാൻ പറ്റും. ആ ഒരു ഇൻസൈഡർ വ്യൂ തന്നെയാണ് നമ്മൾ ഇന്ന് ലക്ഷ്യമിടുന്നത്. ഈ വിവരങ്ങൾ വളരെ ലളിതമായി തന്നെ നമുക്ക് നോക്കാം. ഇപ്പോ ആദ്യം തന്നെ ഈ പ്രൊമോട്ടർ എന്ന വാക്ക് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. വലിയ സാങ്കേതികത്വത്തിലേക്ക് പോകാതെ പറഞ്ഞാല് എന്താ പറയാം, ഒരു കമ്പനിക്ക് രൂപം നൽകിയാൾ. അതെ, കമ്പനി തുടങ്ങിയ വ്യക്തി, അല്ലെങ്കിൽ ആ കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണം കയ്യിലുള്ളൊരു ഗ്രൂപ്പ്. അതായത് ഇപ്പോൾ നമ്മൾ റിലയൻസ് എന്ന് കേൾക്കുമ്പോൾ മുകേഷ് അംബാനിയെ ഓർക്കുന്നത് പോലെ, അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ടാറ്റ ഗ്രൂപ്പിനെ ഓർക്കുന്നത് പോലെ. അത് വളരെ കൃത്യമായ ഉദാഹരണങ്ങളാണ്. ഈ ഗ്രൂപ്പുകളെയാണ് നമ്മൾ പ്രൊമോട്ടർ എന്ന് വിളിക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത് ഈ പ്രൊമോട്ടർമാരുടെ കയ്യിൽ അവരുടെ തന്നെ കമ്പനിയുടെ എത്രമാത്രം ഓഹരികൾ ഉണ്ട് എന്നതാണ്. ഇതിനെയാണ് പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഭജനം ശരിക്കും എങ്ങനെയാണ് നടക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു കമ്പനിയുടെ ആകെ ഓഹരികളെ നമ്മളൊരു വലിയ പിസയായി സങ്കല്പിക്കുകയാണെങ്കിൽ, നല്ലൊരു ഉദാഹരണമാണ്. ആ വലിയ പിസയിൽ എത്ര വലിയ കഷ്ണമാണ് ഈ ഉടമസ്ഥർ സ്വന്തമായി വെച്ചിരിക്കുന്നത് എന്നതാണ് നമ്മൾ നോക്കുന്നത്. കാരണം ബാക്കി വരുന്ന ഭാഗമാണല്ലോ മറ്റു നിക്ഷേപകരുടെ കൈകളിലെത്തുന്നത്. അതായത് മറ്റു നിക്ഷേപകർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളായ, അതായത് FII, പിന്നെ സ്വദേശി നിക്ഷേപ സ്ഥാപനങ്ങളായ DII, പിന്നെ എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരായ പബ്ലിക്. അതെ, അപ്പോൾ ഈയൊരു വിഭജനത്തിൽ പ്രൊമോട്ടർമാരുടെ വിഹിതം എത്രത്തോളം ഉണ്ട് എന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ വലിയൊരു സൂചനയാണ്. കമ്പനിയിലുള്ളവരുടെ വിശ്വാസം, പിന്നെ ഭാവിയിലെ വളർച്ചയെക്കുറിച്ചുള്ള അവരുടെ ആത്മവിശ്വാസം, ഇതെല്ലാം ഈയൊരൊറ്റ ശതമാനത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ ബിസിനസ് ലോകത്ത് എപ്പോഴും ഉപയോഗിക്കുന്നൊരു പ്രയോഗമുണ്ട്, ഈ സ്കിൻ ഇൻ ദ ഗെയിം എന്ന് പറയുന്നത്. അതെ, സ്കിൻ ഇൻ ദ ഗെയിം വളരെ പ്രധാനപ്പെട്ടൊരു കൺസെപ്റ്റാണത്. അതായത് ഒരു കപ്പലിന്റെ ക്യാപ്റ്റൻ ആ കപ്പൽ ഓടിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആ കപ്പലിലെ ഏറ്റവും വിലപിടിപ്പുള്ള യാത്രക്കാരനും ചിലപ്പോൾ ആ കപ്പലിന്റെ വലിയൊരു ഭാഗത്തിന്റെ ഉടമസ്ഥനും അദ്ദേഹം തന്നെയായിരിക്കും. അപ്പോൾ കപ്പൽ മുങ്ങാൻ തുടങ്ങിയാൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത് ആ ക്യാപ്റ്റന് തന്നെയായിരിക്കും. കൃത്യം. ആ ഒരു ബോധ്യമുള്ളതുകൊണ്ട് ഏതൊരു പ്രതിസന്ധിയിലും അദ്ദേഹം ആ കപ്പലിനെ സുരക്ഷിതമായി കരയ്ക്കെത്തിക്കാൻ പരമാവധി ശ്രമിക്കും. ഓഹരി വിപണിയിൽ നമ്മൾ ഈ ഹോൾഡിംഗ് നോക്കുന്നതും ഈ സ്കിൻ ഇൻ ദ ഗെയിം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. ആ കപ്പലിന്റെ ഉദാഹരണം വളരെ വ്യക്തമായൊരു ചിത്രമാണ് തരുന്നത്. കാരണം നമ്മൾ നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പ്രധാനപ്പെട്ട സൂചന ഉയർന്ന ഹോൾഡിംഗ് അഥവാ ഹൈ പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. അതായത് ഒരു 50% മുകളിലൊക്കെ ആണെങ്കിൽ. അതെ, ഒരു കമ്പനിയുടെ 50% കൂടുതൽ ഓഹരികളും പ്രൊമോട്ടർമാരുടെ കൈവശമാണെങ്കിൽ അതൊരു വലിയ പോസിറ്റീവ് സിഗ്നലാണ്. കമ്പനി വളരുന്നു, ലാഭം കൂടുന്നു, സ്വാഭാവികമായും ഓഹരി വിലയുയരുന്നു. ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ആരായിരിക്കും? പകുതിയിലധികം ഓഹരികൾ കയ്യിലുള്ള പ്രൊമോട്ടർമാർ തന്നെ. അപ്പോ അവർ കമ്പനിയുടെ വളർച്ചയ്ക്ക് കോട്ടം തട്ടുന്ന അനാവശ്യ റിസ്കുകളൊന്നും എടുക്കില്ല. ഒരിക്കലുമില്ല. അവരുടെ താൽപ്പര്യങ്ങളും നമ്മുടെ താൽപ്പര്യങ്ങളും അവിടെ ഒന്നായി മാറുകയാണ്.
കമ്പനിയുടെ ലാഭവും അവരുടെ വ്യക്തിപരമായ ലാഭവും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോ ഇതിന്റെ നേരെ വിപരീതമായ അവസ്ഥ, അതായത് കുറഞ്ഞ പ്രൊമോട്ടർ ഹോൾഡിംഗ്, ഒരു റെഡ് ഫ്ലാഗ് ആയിരിക്കണമല്ലോ. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 20% താഴെ മാത്രമേ അവരുടെ കയ്യിൽ ഓഹരികളുള്ളൂ എങ്കിൽ. ഒറ്റനോട്ടത്തിൽ അതൊരു വലിയ അപായസൂചന തന്നെയാണ്. സ്വന്തം കമ്പനിയിൽ അവർക്ക് വലിയ താൽപ്പര്യമില്ലാന്നാണത് കാണിക്കുന്നത്. അവർക്ക് തന്നെ വിശ്വാസമില്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ എന്തിനവിടെ കൊണ്ടുപോയി പണം നിക്ഷേപിക്കണം? കമ്പനി തകർന്നാലും അവർക്ക് വ്യക്തിപരമായി വലിയ നഷ്ടമൊന്നും ഉണ്ടാകില്ല എന്നൊരു തോന്നൽ അവിടെ വരും. തീർച്ചയായും. പക്ഷെ അവിടെ നമ്മൾ നിക്ഷേപകർ കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കേണ്ടതുണ്ട്. കുറഞ്ഞ പ്രൊമോട്ടർ ഹോൾഡിംഗുള്ള എല്ലാ കമ്പനികളും മോശമാണെന്ന് അതിനർത്ഥമില്ല. നമ്മുടെ സോഴ്സിൽ തന്നെ വളരെ കൃത്യമായി എടുത്തു പറയുന്ന ചില ഒഴിവാക്കലുകളുണ്ട്. എന്നുവെച്ചാൽ ചില എക്സെപ്ഷൻസ് ഉണ്ടല്ലേ? ഇപ്പൊ ITC പോലെയുള്ള കമ്പനികളെ. അതെ, ITC, അതുപോലെ L&T പോലെയുള്ള വമ്പൻ കമ്പനികളുടെ കാര്യമെടുക്കുക. ഇത്തരം വലിയ കമ്പനികൾക്ക് ഒരു വ്യക്തിയോ കുടുംബമോ അടങ്ങുന്ന ഒരു പരമ്പരാഗത പ്രൊമോട്ടർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കില്ല. ആ വ്യത്യാസം നമ്മൾ എന്തായാലും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും ആളുകൾ ഈ സ്ക്രീനറിലൊക്കെ പോയി നോക്കുമ്പോൾ ഇത്തരം മികച്ച കമ്പനികളുടെ ഹോൾഡിംഗ് 0% എന്ന് കാണുമ്പോൾ ഭയപ്പെടാറുണ്ട്. അപ്പോൾ അവിടെ ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്? അവിടെയാണ് ഈ പ്രൊഫഷണൽ മാനേജ്മെന്റിന്റെ റോള് വരുന്നത്. ഇത്തരം കമ്പനികൾ നിയന്ത്രിക്കുന്നത് വളരെ പ്രഗത്ഭരായ പ്രൊഫഷണലുകൾ അടങ്ങുന്ന ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ താൽപ്പര്യങ്ങൾക്കപ്പുറം തികച്ചും പ്രൊഫഷണലായ തീരുമാനങ്ങളാവും അവിടെ എടുക്കുക. അതായത് നമ്മൾ വെറും ഒരു നമ്പർ മാത്രം നോക്കിയാൽ പോരാ, കമ്പനിയുടെ പശ്ചാത്തലം കൂടി നോക്കണം. ഇതൊരു ഫാമിലി ബിസിനസ് ആണോ അതോ പ്രൊഫഷണലായി മാനേജ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥാപനമാണോ എന്ന് ആദ്യം തിരിച്ചറിയണം. കൃത്യം. ഇനി എനിക്ക് പറയാനുള്ള മറ്റൊരു പ്രധാന കാര്യം, ഈ ഹോൾഡിംഗ് ശതമാനം എപ്പോഴും ഒരേപോലെ നിൽക്കണമെന്നില്ല. വിപണിയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇത് മാറും. എന്നുവെച്ചാല് അവര് പുതിയ ഓഹരികൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമല്ലോ. ഇപ്പോ വിപണിയിൽ നിന്ന് അവർ തന്നെ ഓഹരികൾ വീണ്ടും വാങ്ങിക്കൂട്ടുന്ന ഒരു രീതിയുണ്ടല്ലോ. അതിനെയാണ് നമ്മൾ ബൈബാക്ക് എന്ന് വിളിക്കുന്നത്. ഇത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പോസിറ്റീവ് സിഗ്നലുകളിലൊന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു കമ്പനിയുടെ സാമ്പത്തിക അവസ്ഥ ഏറ്റവും നന്നായി അറിയാവുന്നത് അവർക്കാണല്ലോ. അതെ, ഭാവിയിൽ വരാൻ പോകുന്ന വലിയ ലാഭത്തെക്കുറിച്ചൊക്കെ അവർക്ക് വ്യക്തമായ ധാരണയുണ്ടാവും. അപ്പോൾ നിലവിൽ വിപണിയിൽ തങ്ങളുടെ കമ്പനിയുടെ ഓഹരികൾക്ക് വില വളരെ കുറവാണെന്നും ഭാവിയിൽ ഇത് വലിയ രീതിയിൽ ഉയരുമെന്നും അവർക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് അവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് കൂടുതൽ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നത്. അതൊരു വലിയ ആത്മവിശ്വാസം തന്നെയാണ് കാണിക്കുന്നത്. മറ്റുള്ളവർ ഭയന്ന് വിൽക്കുമ്പോൾ ഉടമസ്ഥർ അത് വാങ്ങിക്കൂട്ടുന്നു. എന്നാൽ ഈ ഒരു ഉയർന്ന ശതമാനമോ അല്ലെങ്കിൽ ഈ ആത്മവിശ്വാസമോ കണ്ടു മാത്രം നമ്മൾ ചാടി വീണ് ഒരു തീരുമാനത്തിലെത്താമോ? പാടില്ല. അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഞാൻ ചോദിക്കാൻ കാരണം, ഇപ്പോൾ ഒരു കമ്പനിയുടെ ഹോൾഡിംഗ് ഒരു 60% 70% ഒക്കെയാണെന്ന് കണ്ടുവെന്ന് വെക്കുക. ഉടമസ്ഥർക്ക് വലിയ വിശ്വാസമുള്ള കമ്പനിയാണെന്ന് കരുതി നമ്മൾ നിക്ഷേപം നടത്തുന്നു. പക്ഷെ അവിടെ ഒരു അവിചാരിതമായ ട്വിസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. സ്ക്രീനിൽ കാണുന്ന ഈ വലിയ സംഖ്യകൾക്ക് പിന്നിൽ നമ്മൾ കാണാതെ പോകുന്ന വലിയൊരു ചതിക്കുഴി. ആ ചതിക്കുഴിയെക്കുറിച്ച് പറയാതെ നമുക്ക് ഈ വിശകലനം ഒരിക്കലും പൂർണ്ണമാക്കാൻ കഴിയില്ല. സ്ക്രീനിൽ കാണുന്ന 60%വും ചിലപ്പോൾ വെറും മിഥ്യയായിരിക്കാം. ഈ അവസ്ഥയാണ് നമ്മൾ പ്ലെഡ്ജ്ഡ് ഷെയർസ് അഥവാ പണയം വെച്ച ഓഹരികൾ എന്ന് വിളിക്കുന്നത്. പണയം വെച്ച ഓഹരികളോ? അതായത് നമ്മൾ സാധാരണ ഈ സ്വർണമൊക്കെ ബാങ്കിൽ പണയം വെച്ച് ലോൺ എടുക്കാറുണ്ടല്ലോ, അതുപോലെയുള്ള ഒരു സാധാരണ സാമ്പത്തിക ഇടപാട് തന്നെയല്ലേ ഇതും? കേൾക്കുമ്പോഴങ്ങനെ തോന്നും. അവർ തങ്ങളുടെ കൈവശമുള്ള ഓഹരികൾ ബാങ്കിൽ പണയം വെച്ച് കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തിട്ടുണ്ടാകാം. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ കമ്പനിക്ക് ഉയർന്ന ഹോൾഡിംഗ് ഉണ്ട്, എല്ലാം സുരക്ഷിതമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഓഹരികളുടെ നിയന്ത്രണം ഇപ്പോൾ പ്രൊമോട്ടർമാരുടെ കയ്യിലല്ല, മറിച്ച് ലോൺ നൽകിയ ബാങ്കിന്റെ കയ്യിലാണ്, അല്ലേ? ഇതിലെന്താണ് ഇത്ര വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്നത്? സ്വർണവും ഓഹരിയും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം തന്നെയാണ് ഇവിടുത്തെ വില്ലൻ. നിങ്ങൾ ബാങ്കിൽ 1 ലക്ഷം രൂപയുടെ സ്വർണം പണയം വെച്ചാൽ നാളെ രാവിലെ ആ സ്വർണത്തിന്റെ വില പെട്ടെന്ന് 50,000 കുറയുന്നില്ലല്ലോ. ഇല്ല, ഒരിക്കലുമില്ല. എന്നാൽ ഓഹരി വിപണി അങ്ങനെയല്ല. കമ്പനിയെക്കുറിച്ച് എന്തെങ്കിലും മോശം വാർത്തകൾ വന്നാൽ ഓഹരി വില മണിക്കൂറുകൾക്കുള്ളിൽ താഴേക്ക് പതിക്കാം. ബാങ്കുകൾ ഈ ഓഹരികൾക്ക് ലോൺ നൽകിയിരിക്കുന്നത് അപ്പോഴത്തെ വിപണി വിലയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോ ഓഹരി വില ഇടിയുമ്പോ ബാങ്കിന് കൊടുത്ത ഈ പണയവസ്തുവിന്റെ മൂല്യവും ഇടിയാണല്ലോ. അപ്പോൾ ബാങ്ക് വെറുതെ ഇരിക്കില്ലല്ലോ. സാമ്പത്തിക ലോകത്ത് മാർജിൻ കോൾ എന്നൊരു സംഭവം ഇതിന്റെ കൂടെ വരാറുണ്ടല്ലോ. അതെ,
ആ മാർജിൻ കോൾ തന്നെയാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത്. വില താഴേക്ക് പോകുമ്പോൾ ബാങ്കുകൾ പ്രൊമോട്ടർമാരോട് പറയും, നിങ്ങളുടെ പണയവസ്തുവിന്റെ മൂല്യം കുറഞ്ഞു, അതുകൊണ്ട് കൂടുതൽ ഓഹരികൾ പണയം വെക്കുക എന്ന്. അല്ലെങ്കിൽ ലോൺ തുക ഉടനെ തിരിച്ചടയ്ക്കാൻ പറയും. എന്നാൽ പെട്ടെന്ന് ഇത്രയും പണം കണ്ടെത്താനോ കൂടുതൽ ഓഹരികൾ നൽകാനോ കഴിഞ്ഞില്ലെങ്കിലോ ബാങ്ക് എന്തു ചെയ്യും? അവർ തങ്ങളുടെ പണം തിരിച്ചുപിടിക്കാൻ ഈ പണയം വെച്ച ഓഹരികൾ വിപണിയിൽ കൊണ്ടുപോയി വിൽക്കാൻ തുടങ്ങും. അത് നിയമപരമായി തന്നെ അവരുടെ അവകാശമാണ്. ഇത് ശരിക്കും ഒരു വിനാശകരമായ ലൂപ്പാണ്. ബാങ്കുകൾ ലക്ഷക്കണക്കിന് ഓഹരികൾ ഒന്നിച്ചു വിൽക്കാൻ തുടങ്ങുമ്പോൾ വിപണിയിൽ വാങ്ങാൻ ആളില്ലാതെ വരും. സ്വാഭാവികമായും വില വീണ്ടും ഭയാനകമായ രീതിയിൽ താഴേക്കു പോകും. അപ്പോൾ ബാങ്കുകൾ ബാക്കിയുള്ള ഓഹരികൾ കൂടി വിറ്റൊഴിവാക്കും. ഒറ്റയടിക്ക് ഒരു മാലപ്പടക്കം പൊട്ടുന്നതുപോലെ വില പൂർണ്ണമായും തകർന്നടിയും. അതെ, നമ്മളെപ്പോലുള്ള സാധാരണ നിക്ഷേപകരുടെ പണമായിരിക്കും അവിടെ നിമിഷനേരം കൊണ്ട് ഇല്ലാതാവുന്നത്. മുൻകാലങ്ങളിൽ ഇന്ത്യയിലെ പല കമ്പനികൾക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്ലെഡ്ജിങ്ങിനെ നമ്മളൊരു വലിയ ചതിക്കുഴി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനിയെ വിലയിരുത്തുമ്പോൾ നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ട സുവർണ നിയമം എന്താണ്? വളരെ ലളിതമാണ്. ഉയർന്ന പ്രൊമോട്ടർ ഹോൾഡിംഗ് മാത്രം നോക്കിയാൽ പോരാ. അതിനൊപ്പം തന്നെ സീറോ പ്ലെഡ്ജ് ഷെയർസ് അഥവാ ഒട്ടും പണയം വയ്ക്കാത്ത ഓഹരികളുള്ള കമ്പനികൾ തിരഞ്ഞെടുക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതെ, അതാണ് സുരക്ഷിതമായ നിക്ഷേപത്തിലേക്കുള്ള ഫോർമുല. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്, എന്നാൽ ഇതെവിടെയാണ് ഞാൻ പോയി പരിശോധിക്കുക എന്നല്ലേ? ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഫിനാൻഷ്യൽ മാഗസിനുകൾ അന്വേഷിച്ചു പോകണമെന്ന്. ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, വലിയ ചെലവുകളുമില്ല. screener.in അതുപോലെ മണി കൺട്രോൾ പോലുള്ള വെബ്സൈറ്റുകളിൽ നിങ്ങൾക്കിത് വളരെ എളുപ്പത്തിൽ നോക്കാവുന്നതേയുള്ളൂ. screener.in എന്ന് പറയുന്ന സൈറ്റ് വളരെ ഹെൽപ്ഫുൾ ആണ്. അതെ, അതിൽ പോയി നിങ്ങൾക്ക് താൽപ്പര്യമുള്ള കമ്പനിയുടെ പേര് നൽകിയാൽ ഏറ്റവും താഴെയായി ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്നൊരു ഭാഗം കാണാം. അവിടെ പ്രൊമോട്ടർമാരുടെ കയ്യിൽ എത്രയുണ്ട്, FII, DII എന്നിവരുടെ കയ്യിൽ എത്രയുണ്ടെന്നൊക്കെ വ്യക്തമായി കാണാം. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ ശതമാനം മാത്രം നോക്കിയാൽ പോരാ. കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങളായി ആ ടേബിളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കണം. ശതമാനം സാവധാനം കൂടുന്നുണ്ടോ അതോ കുറയുന്നുണ്ടോ എന്ന് നോക്കണം. ഒപ്പം ആ പ്ലെഡ്ജ് ചെയ്തിട്ടുള്ള കോളം 0 ആണോ എന്നും ഉറപ്പുവരുത്തണം. തീർച്ചയായും. വിപണിയിൽ എന്ത് ബഹളമുണ്ടായാലും ഉടമസ്ഥർ തങ്ങളുടെ പണം എന്തു ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കുന്നത് വലിയ അബദ്ധങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. അതെ, അതുപോലെ കമ്പനികൾ ഫണ്ട് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന മറ്റൊരു രീതിയുണ്ടല്ലോ, റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുന്നത്. അതായത് നിലവിലുള്ള ഷെയർ ഹോൾഡർമാർക്ക് പുതിയ ഷെയറുകൾ നൽകുന്ന രീതി. അതെ, അത് കമ്പനിക്ക് നല്ലതാണോ നിക്ഷേപകർക്ക് നല്ലതാണോ എന്നൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ഈ പഠനത്തിനടിസ്ഥാനമായ പരമ്പരയിലെ അടുത്ത ക്ലാസ്സിൽ, അതായത് ക്ലാസ് 20-ൽ അതാണ് വിശദീകരിക്കുന്നത്. അത് നമുക്ക് മറ്റൊരു വിശകലനത്തിൽ വിശദമായി നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഒരു കപ്പലിന്റെ ക്യാപ്റ്റൻ ലൈഫ് ബോട്ടുമായി രക്ഷപ്പെടാൻ നിൽക്കുകയാണോ അതോ സ്വന്തം കപ്പലിൽ വിശ്വാസമർപ്പിച്ച് നിൽക്കുകയാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതെ, ഉയർന്ന പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ടായിരിക്കണം. ഒപ്പം അത് സീറോ പ്ലെഡ്ജ്ഡ് ആയിരിക്കണം. ആരുടെയെങ്കിലും വാക്ക് കേട്ടോ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകൾ കണ്ടോ നിക്ഷേപിക്കുന്നതിനേക്കാൾ ഇത്തരം അടിസ്ഥാന വിവരങ്ങൾ സ്വന്തമായി പരിശോധിച്ച് ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. ഇനി ഈ വിശകലനം അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഞങ്ങൾ നിങ്ങൾക്കായി വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം ബാക്കി വെക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടു ബൈബാക്ക് വളരെ നല്ല കാര്യമാണെന്ന്. എന്നാൽ ഇതിന്റെ നേരെ വിപരീതമായ ഒരു സാഹചര്യം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്നുവെച്ചാൽ ഓഹരി വിപണി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുകയാണ് എന്ന് കരുതുക. നമ്മൾ ഈ മാർക്കറ്റ് ഹൈ എന്ന് പറയില്ലേ? പത്രങ്ങളിലും വാർത്തകളിലും മുഴുവൻ ഈ കമ്പനിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമാണ് വരുന്നത്. സാധാരണക്കാർ വൻതോതിൽ ഓഹരി വാങ്ങാൻ തിക്കിത്തിരക്കുന്നു. എന്നാൽ ഇതേ സമയത്ത് യാതൊരു ബഹളവുമില്ലാതെ ആ കമ്പനിയുടെ പ്രൊമോട്ടർമാർ തങ്ങളുടെ കൈവശമുള്ള ഓഹരികൾ വൻതോതിൽ വിപണിയിൽ വിറ്റഴിക്കുകയാണെങ്കിൽ അതിന്റെ യഥാർത്ഥ അർത്ഥമെന്തായിരിക്കും? അത് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പുറമേയെല്ലാം അതിമനോഹരമാണെന്ന് തോന്നുമ്പോഴും കമ്പനിയുടെ ഉള്ളറകൾ അറിയാവുന്ന ഉടമസ്ഥർ നിശബ്ദമായി പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പബ്ലിക്കിനറിയാത്ത എന്തോ ഒരു വലിയ രഹസ്യം അവർക്കറിയാമെന്നാണോ അത് സൂചിപ്പിക്കുന്നത്? ആ ചോദ്യം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഒരു കമ്പനിയുടെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കാൻ ഈ ചിന്ത നിങ്ങളെ സഹായിക്കും. തീർച്ചയായും. ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമേയുള്ളൂ. നിങ്ങളുടെ സ്വന്തം പോർട്ട്ഫോളിയോ ഒന്ന് തുറന്നു നോക്കുക.
അതിലുള്ള കമ്പനികളുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് എത്രയാണെന്നും അവർ ഓഹരികൾ പണയം വെച്ചിട്ടുണ്ടോ എന്നും ഇപ്പോൾ തന്നെ പോയി പരിശോധിക്കുക. ആ ഒരു ചെറിയ പരിശോധന ചിലപ്പോൾ നിങ്ങളെ വലിയ സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് രക്ഷിച്ചേക്കാം. നമുക്ക് വീണ്ടും കാണാം.